ഹലോ ഫ്രണ്ട്സ്, PSC സ്റ്റഡിയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് കുറച്ച് മാത്സ് നോക്കാം. 5 ഹോൾ റൈസ് ടു x = 125 ആയാൽ x എത്ര? അപ്പം നമുക്ക് അറിയാമല്ലോ, 5 × 5 × 5 അല്ലേ 125. അപ്പോൾ എത്ര 5 ചേർന്നതാണ്? 3 എണ്ണല്ലേ? 1 2 3. അപ്പോൾ 5 ഹോൾ റൈസ് ടു ക്യൂബ്, 5ൻ്റെ ക്യൂബ് 125. അപ്പം ഇവിടെ എന്താ ആൻസർ? 3. അടുത്തത് 1 1 1 2 3 5. അടുത്ത പദം ഏതാണ്? അപ്പം നോക്ക്, 1 1 ചേർന്നാൽ 2 അല്ലേ? പിന്നെന്താ പറയണത്? 1 1 2, 2 3 5 അല്ലേ? അപ്പോൾ 1 1 2, 2 1 3, പിന്നെന്താണ്? 5 3 8. അടുത്ത സംഖ്യ എത്രയായിരിക്കും? 8. 1 + 1 1 1 2, 3 2 5. അപ്പോൾ 5 3 8. ഒരാൾ 15,000 രൂപയ്ക്ക് വാങ്ങിയ TV 13,350 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര? അപ്പം നമ്മളതിനെ കാണുമ്പം 1,500 രൂപ അല്ലേ? അപ്പോൾ അത് 1,350 രൂപയ്ക്കാണ് വിറ്റത്. അപ്പോൾ 13,350 വിറ്റു അല്ലേ? അപ്പോൾ ഡിഫറൻറ്റ് നോക്കാം. 5 6 3 2. അപ്പോൾ 2,650 രൂപ നഷ്ടം അല്ലേ? അതേ ബൈ വാങ്ങിയ വില എത്രയാ? 15,000 × 100 കൊണ്ട് ചെയ്യുക നഷ്ടം കാണാൻ. നഷ്ടം ബൈ വാങ്ങിയ വില × 100. 2 0 ക്യാൻസലായി, ഈ 0 ക്യാൻസലായി. 5 15 5 2 7 7 കേട്ടോ. അപ്പം സോറി, തെറ്റി കേട്ടോ. ചെയ്തതിൽ തെറ്റി, സോറി. 13,350 പോയാൽ 0, 5 പോയാൽ 5, 9 ൽ 3 പോയാൽ എത്രയാ? 6, പിന്നെ 4 ൽ 3 പോയാൽ 1. അപ്പം 1,650 ബൈ വാങ്ങിയ വില എത്രയാ? 15,000 × 100. 3 0 ക്യാൻസലായി. 5 15 15. അപ്പം 11% നഷ്ടം. എത്ര ശതമാനം നഷ്ടം? 11%. അടുത്ത ക്വസ്റ്റ്യൻ. കുമാരൻ കുറച്ച് ദിവസങ്ങളിലെ പാൽ വിൽപ്പന പരിശോധിച്ചപ്പോൾ ഒരു ദിവസത്തെ ശരാശരി വരുമാനം 150 രൂപ എന്ന് കണ്ടു. ഇതേ രീതിയിൽ തുടർന്നാൽ ജൂൺ മാസത്തിൽ കുമാരന് പാൽ വിൽപ്പനയിൽ നിന്നും എത്ര രൂപ കിട്ടും? അപ്പം നമ്മൾ ജൂൺ മാസം എന്നല്ലേ പറയുന്നത്. ജൂൺ മാസത്തിൽ എത്ര ദിവസമുണ്ട്? 30 ദിവസമുണ്ട് അല്ലേ? അതേ ഇൻറ്റു എന്താണ്, ഒരു ദിവസത്തെ ശരാശരി വരുമാനം 150 അല്ലേ? അപ്പോൾ 150 × 30 ചെയ്യുക. ഈ 2 0 മാറ്റി വെച്ചിട്ട് നമുക്ക് ചെയ്യാം. 15 × 3 4, 2 0 ചേർത്തിടുക. അപ്പോൾ 4,500. എത്രയാണ്? 4,500. അടുത്തത് 1/2 + 1/4 + 1/8 + 1/16 ദശാംശ രൂപം ഏത്? അപ്പം നമുക്ക് 1/2 ദശാംശ രൂപം കാണണം അല്ലേ? അപ്പം നമ്മളിങ്ങനെ ചെയ്യുക. 0 പോയിന്റ് ഇട്ടിട്ട് ചെയ്യുക. അപ്പോൾ 1/2 ദശാംശം എത്രയാണ്? 0.5. പിന്നെ 1/4 ദശാംശം നോക്കാം. 0 ഇടുക. 2 0 0.25. പിന്നെ 1/8 ദശാംശം. 0 സോറി 2 0 16 4 0 8 40. അപ്പം 0.125. പിന്നെ 1/16
ദശാംശം 0 0 6 96 4 0 2 32 അങ്ങനെ പോകും. അപ്പോൾ നമുക്ക് 0.062 7 8 13 3 1 5 2 7 8 9 0. അപ്പോൾ ദശാംശ രൂപമാണിത്. അടുത്തത് 216 72 30 ഇവയുടെ ഉസാഗ കാണുക. അപ്പോൾ ഉസാഗ എന്ന് പറയുമ്പോൾ 3 സംഖ്യയും കോമൺ ആയിട്ട് ഏതിൽ പോകണോ അതായിരിക്കും ഉസാഗ. നമുക്ക് രണ്ടും കൂടി ചെയ്ത് നോക്കാം. 16 15 ഇതിൽ കോമൺ ആയിട്ട് പോണത് 3 കൊണ്ട്. ഇനി ഇത് കോമൺ ആയിട്ട് ഏതിൽ പോകില്ല അല്ലേ? 36 12 5. അപ്പം നമ്മൾ ഇത് 3 × 2 6. ഉസാഗ എത്രയാണ്? ഉസാഗ 6.